ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗസ്റ്റ് പോയിട്ടില്ല, നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അവർ രാവിലത്തെ കാപ്പിയോടെയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടാണ് പിന്നെ ഈ പരിപാടിക്ക് നിൽക്കുന്നത്. രാവിലെ തന്നെ വ്ലോഗ് എടുക്കാൻ വേണ്ടി സമയം ഉണ്ടായില്ല, നെയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം വൈകി ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ഈ പറഞ്ഞ പോലെ ഈ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കൂടെ എടുക്കുമ്പോഴേക്കും ഇത്രയും കൂടി നേരം വൈകും. അപ്പോൾ അവർക്ക് കറക്റ്റ് സമയത്ത് ചായ കൊടുക്കാൻ പറ്റില്ലേ എന്നുള്ള ടെൻഷനിലായിരുന്നു കേട്ടോ. പിന്നെ ശരണയെ പുറത്തൊക്കെ പോയി വന്ന് ബേക്കറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാനിതാ ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉമ്മറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഹാളിൽ അവരിരുന്ന് കഴിച്ചോട്ടെ കളിക്കുന്ന സമയത്തെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പൊട്ടിച്ചിട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ അതും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മിച്ചർ കഴിക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിഞ്ഞാൽ കൊള്ളൂല, അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്ലേറ്റിലാക്കി കൊടുത്തു. ചേച്ചിയോടും എല്ലാവരോടും അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ സംസാരിച്ചുകൊണ്ടിരിക്കണം. അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഈ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വായിക്കൊരു ഒഴിവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല എനിക്കൊരാളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ കാര്യമല്ലേ. അപ്പോൾ ചിക്കൻ കറിക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറിലേക്കുള്ള അരിയൊക്കെ അളന്നെടുത്തിട്ടുണ്ട്. ഈ ചെമ്പ് നമ്മുടെ വീട്ടിലെ അല്ല, കണ്ണൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ബിരിയാണി വെക്കാൻ പാകത്തിനുള്ള ചെമ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ചെറുത് നമുക്ക് ഞങ്ങൾക്ക് 3 ആൾക്ക് 4 ആൾക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. കുറച്ചധികം വെക്കണം എന്നുണ്ടെങ്കിൽ വലിയ ചെമ്പിൻ്റെ ഇല്ല. അപ്പോൾ അതവിടെ പോയി വാങ്ങി വന്നു. ഒക്കെ കഴുകി അടുപ്പത്ത് വെച്ചു, നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇത്തിരി അധികം നെയ്യ് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്, നെയ്ച്ചോറല്ല. അപ്പോൾ പിന്നെ അതിൻ്റെ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബിരിയാണിയാണ് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ എല്ലാവരും നെയ്ച്ചോറും ചിക്കൻ കറിയിലേക്ക് അങ്ങോട്ട് തട്ടിക്കൂട്ടി അങ്ങോട്ട് വഴി തിരിഞ്ഞു പോയതാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം നെയ്യ്, അതിനകത്തേക്കുള്ള ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ആ ഒരു ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുത്തു. ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം, അങ്ങനെയാണ് ഞാൻ ആ കണക്കിനനുസരിച്ച് എടുക്കാറ്. അതെനിക്ക് കറക്റ്റ് ആവാറുണ്ട് കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പും ഇട്ടിട്ട് അടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ക്യാരറ്റും കാര്യങ്ങളും ഒന്നും ഇടണില്ല കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ക്യാരറ്റൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ഞാൻ നെയ്ച്ചോറ് വയ്ക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു ഇതില്ലേ സ്പൈസസ് ഇട്ടിട്ട് പിന്നെ ഇത്തിരി സവോളയും കൂടെ വഴറ്റിയിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇനി ആ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ചിക്കൻ കുറച്ച് മുറിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, വലുതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പാകമാക്കിയിട്ട് കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുർക്കയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉപ്പിട്ട് കഴുകി മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടേക്കോ അങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് ആ ഒരു ഉളുമ്പ് മണം എനിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചിക്കൻ കഴുകുക വൃത്തിയാക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് പാടാണ്. നമുക്ക് തന്നെ വൃത്തിയാക്കിയിട്ട് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പോൾ അങ്ങോട്ട് ശീലമായി. അപ്പോൾ നല്ലോണം വാഷ് ചെയ്യും ഞാൻ. ഒരു 8-10 പ്രാവശ്യമൊക്കെ നല്ലോണം വാഷ് ചെയ്യും. ഈ സുർക്കയുടെ ഒഴിച്ച് വെച്ചാൽ തന്നെ കുറച്ച് ഉളുമ്പ് മണം പൊക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉപ്പായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചിക്കനൊക്കെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകുകയാണ്. ആ ഇരിക്കുന്ന ചട്ടിയും നമ്മുടെ പറഞ്ഞ പോലെ കത്തിയും ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബിരിയാണി നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ വലിയ പാടമൊന്നുമില്ല കേട്ടോ. ഈ അരിഞ്ഞ് പെറുക്കി അങ്ങോട്ട് വന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗമാവും. ചോറ് കൂട്ടാൻ, ഉപ്പേരി, പപ്പടം, അങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കണേക്കാളും ഇത്രയും കൂടെ എളുപ്പം, ഇത്രയും കൂടെ എല്ലാം നല്ലോണം എളുപ്പം ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തലേ ദിവസം നമ്മൾ ചോറും കറിയും മീൻ കറി അങ്ങനെ സിമ്പിളായില്ലേ. അതുകൊണ്ടാണ് പിന്നെ നെയ്ച്ചോറും ചിക്കനും ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇവിടെ നോക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്കിനി ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇനി നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും വെള്ളം ഒന്നും ഇങ്ങോട്ട് ചൂടായി വന്നപ്പോൾ, തിളയ്ക്കാറായി വന്നപ്പോൾ ഞാൻ അരി കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വായി തൊരാതെ സംസാരിക്കുന്നത് ഇവരുള്ളതുകൊണ്ടാണ് കേട്ടോ. എന്നോട് ഇങ്ങനെ വന്ന് കിച്ചണിൻ്റെ അവിടെ വന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ കാര്യം പറയുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പൂജിട്ടിയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വേഗം പണി തീരുകയും ചെയ്യും. ഒറ്റയ്ക്ക് കിച്ചണിൽ നിൽക്കണേക്കാട്ടിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഉണ്ടായാൽ മതി. എനിക്ക് പണിയെടുക്കാൻ ആൾ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയിട്ട് അരി കുറച്ച് നേരം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ചില സമയങ്ങളിൽ കുറേശ്ശേ വെള്ളം വരുള്ളൂ, ചിലപ്പോൾ ആണെങ്കിൽ നല്ല ഫോഴ്സിൽ വരികയും ചെയ്യും. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണ ചൂടായപ്പോൾ ഞാൻ സവാള അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് വഴലാൻ വേണ്ടിയിട്ട്, അതും കൂടെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നല്ലോണം വഴണ്ട് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ വെള്ളമൊക്കെ തിളച്ചു. നമ്മുടെ നെയ്ച്ചോറിൻ്റെ റൈസ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴുകി വാഷ് ചെയ്ത് വാരി വെച്ചിരിക്കുന്നത് അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച്, ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത്, ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് ആ ഒരു തൊലിയോടെ ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. പഴുത്തതായിരിക്കണം, പച്ചയാണെങ്കിൽ അരി കായ്ക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. നല്ല ആ അരിക്കൊരു സോഫ്റ്റ് വരും കേട്ടോ. നമ്മളിപ്പോൾ ബിരിയാണിയിൽ ചെറുനാരങ്ങ പിഴിയില്ലേ, അത് അങ്ങോട്ട് പിഴിഞ്ഞിട്ട് ആ ഒരു തോടും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൈസിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ അതും ആക്കി
ആക്കി നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തു, അടച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലോണം തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി നല്ലോണം വഴണ്ടി വന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴേക്കും ഞാനിപ്പുറത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ റൈസ് ഇവിടെ ഏകദേശം റെഡിയായി, ഏകദേശം അല്ല, റൈസ് അങ്ങോട്ട് റെഡിയായി. അപ്പോൾ ഞാൻ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിൽ തന്നെയാണ് വഴറ്റിയിട്ടുള്ളത്. അതും കൂടെ അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഞാൻ അതിൻ്റെ മേലെ വെതറും. പിന്നെ നമ്മുടെ സവോള ഇല്ലേ, അത് മൂപ്പിച്ച് വെച്ചത്, അതെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്കതും എനിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ഉള്ളിയൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ വെതറിയിട്ട് നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. അപ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ വഴണ്ടി വന്നപ്പോഴേക്കും പച്ചമുളകും തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ആ തക്കാളി ഒന്ന് വെന്തുടയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നിരത്തി വെക്കട്ടെ. ചിക്കൻ കറി നമ്മൾ എപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഉണ്ടാക്കണം നെയ്ച്ചോറിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് റെസിപ്പി പറയേണ്ട. നമ്മളിപ്പോഴും ചിക്കൻ്റെ കറിയുടെ ആയിക്കോട്ടെ, ഗ്രേവിയുടെ ആയിക്കോട്ടെ, വരട്ടിയതായിക്കോട്ടെ ഒക്കെ നമ്മൾ റെസിപ്പീസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ തക്കാളി വെന്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു നുള്ളും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല. കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ മല്ലിപ്പൊടി കൂടാൻ പാടില്ല, ചെറു മല്ലിക്കുത്ത് ഫിൽ ചെയ്യരുത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള പൊടികളും കാര്യങ്ങളും അതിൽ ഇത്രയെന്ന് പറയണില്ല. നമുക്ക് ഇന്നിവിടെ ഇത്തിരി വേണം. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഞാൻ അമ്മോടും എഴുത്തിയമ്മോടും ശ്രുതിനോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരോട്. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് എത്താൻ പറ്റില്ല, ഞങ്ങൾ വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. പിള്ളേർക്കൊക്കെ ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഉച്ചാകുമ്പത്തിരി ധൃതിയില്ല, വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുള്ളതും കൂടെ ഫുഡും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വൈകിട്ടാണെങ്കിലും കഴിച്ചിട്ട് പോകാൻ. പിന്നെ അപ്പം ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് കറി സെറ്റായില്ല. വെള്ളം ഒഴിച്ചു. നമ്മൾ ചിക്കനും ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറിയപ്പോൾ ചിക്കനിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിനകത്തേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും അതിൽ ഗ്രേവി തികയില്ല. അത് ഞാനപ്പോൾ വേറെ പാത്രമാണ് ഇത് അപ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ധൃതിയിൽ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ആളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് തികയില്ല എന്നൊരു ടെൻഷനാണ് കേട്ടോ. എപ്പോൾ ഉണ്ടാക്കിയാലും എൻ്റെ ഫുഡ് കൂടുതൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്കത് ആൾക്കാർ വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റ് വന്ന് കഴിച്ച് പോളൊരു ടെൻഷനാണ്. ഭഗവാനെ തികയില്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കറി ഞാനിനി വേറെ ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് തിളച്ച് വേവാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. മറ്റേത് കറി തൂത്ത് പോവും. കറി തിളച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ കറിയുടെ ഒരു ഇത് പോകുന്നല്ലേ. ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് അടച്ചു വെച്ച് വേവിച്ച് ചിക്കൻ നല്ലോണം വെന്ത് സെറ്റായി വരുന്ന സമയത്ത് ഒരു പിടിയുടെ മേലെ ഞാൻ മല്ലിച്ചപ്പും കൂടെ വെതറിയിട്ട് നമ്മുടെ കറി അങ്ങോട്ട് റെഡിയായി. ഇപ്പം നെയ്ച്ചോറും ചിക്കൻ കറി റെഡിയായി. നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട്. ചിക്കൻ കറി, ഇനി തൈര് കച്ചമ്പർ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കാനാകുമ്പോൾ കാണാം. അപ്പോൾ കച്ചമ്പർ, സർലാസ് എന്നൊക്കെ പറയില്ലേ, തൈരുള്ളി, ഈ സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടല്ല. അപ്പോൾ എന്തെങ്കിലും തിരിച്ചിലും മറിച്ചിലൊക്കെ എൻ്റെ ഇടയിൽ പെടുമ്പോൾ ഞാൻ ഇതും കൂടെ അങ്ങനെ ചെയ്യാറുണ്ട്. പൂജുട്ടിയും ബിസിയാവും, ഞാനും ബിസിയാവും. പിന്നെ ട്രൈപോഡ് വെക്കണം പോസിബിൾ അല്ല. എന്താ വെച്ചാൽ കുഞ്ഞു മക്കളാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിപ്പൊട്ടി അത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണും പോവും, ട്രൈപോഡും പോവും. അപ്പോൾ പിന്നെ ആരെങ്കിലും ഒഴിവുള്ള സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാറ് കേട്ടോ. അപ്പോൾ തൈരിലേക്കുള്ള സവാളയാണ് ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് വൈകുന്നേരത്തിനും ഇപ്പോഴത്തേക്കും കൂടെ ഇനി വൈകിട്ട് തികയില്ലെങ്കിൽ എക്സ്ട്രാ വേറെ ഉണ്ടാക്കാം. ഇപ്പോഴേക്കുള്ളത് എന്തായാലും തൈര്, ഈ ഒരു സർലാസില്ലേ, ഇവിടെ എല്ലാവർക്കും നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബിരിയാണിയുടെ കൂടെ ആണെങ്കിലും കുറച്ചധികം കൂടുതൽ ഈ സാധനം വേണം. അച്ചാർ ഇത്തിരി ആയാലും കുഴപ്പമൊന്നുമില്ല, ഇത് ഇത്തിരി വേണം. അച്ചാറാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഇതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഷാജേട്ടന് കൊടുത്താക്കി ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ ഒരു വിധം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്കും കൊടുത്തയക്കും കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്കാണെങ്കിലും ആരെങ്കിലുമൊക്കെ ആണെങ്കിലും അതിൻ്റെ ഇടയിൽ ആർക്കും കൊടുത്തയച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, വീട്ടിലേക്കല്ല എന്തായാലും. അപ്പോൾ അങ്ങനെ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു പാക്കറ്റ് മേടിക്കുക ചെയ്തത് നാരങ്ങച്ചാർ. ചിലർക്കില്ലേ ഈ അച്ചാറും സർലാസൊന്നും ഇല്ലെങ്കിൽ ഇത് സാധനം കഴിച്ചാൽ പോവില്ല, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ചാറും കൂടെ പുറത്തുനിന്ന് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലാക്കി റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് കഴിക്കുന്ന സമയത്ത് എല്ലാം എടുത്താൽ മതി. കഴിക്കുന്നതിൻ്റെ മുന്നേ ഈ വക കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടപ്പട്ടപ്പം ഏതിനെ പരിപാടി വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കിച്ചൺ ടാബൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് റെഡിയാക്കി നമുക്കിനി പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് 2-3 ഉണ്ടെങ്കിൽ അതും കൂടെ കഴുകിയാക്കിയാൽ വലിയ പാടൊന്നുമില്ല. നമ്മൾ ഇലയിൽ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതാകുമ്പോൾ പിന്നെ കഴുകേണ്ട പാടുമില്ല കേട്ടോ. ഇവിടെ വാഴലുള്ളതുകൊണ്ട് ഇനി ആരൊക്കെ വന്നാൽ മറ്റേത് എന്താ വെച്ചാൽ നമ്മൾ നിന്ന് കഴുകണ്ടേ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചി വന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഇടയിൽ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആരെ ചേച്ചിയാ, ആരാണ് ഇത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷാജൻ്റെ ചേച്ചിയാണ് കേട്ടോ, പിള്ളേരുമാണ്. അപ്പോൾ അതാണ് ചേച്ചി എന്ന് പറയണത്. എനിക്ക് ചേച്ചിയില്ല, എനിക്ക് ഏട്ടനും അനിയനുമാണ് ഉള്ളത്. ഷാജൻ്റെ ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കിച്ചാൽ നമ്മുടെ കിച്ചൺ ടാബും ഈ പറഞ്ഞ പോലെ സ്റ്റൗവും എല്ലാം ഒന്ന് കമ്പിച്ചകിരി വെച്ച് ഉരതി വൃത്തിയാക്കി കഴുകിക്കൊണ്ടിരിക്കുക, തുടച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടി വൈകുന്നേരം ചായ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അങ്ങോട്ട് വൃത്തിയാവട്ടെ എന്ന് വിചാരിച്ചു. ഡെയിലി ഞാൻ ഈ കമ്പിച്ചകിരി വെച്ച് ഉരച്ച് കഴുകാറില്ല, ഡെയിലി തുടച്ചെടുക്കും. അത് എപ്പോൾ കുക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ കയ്യോടെ അപ്പം അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കും. ഇനിയിപ്പോൾ രാവിലെ കുക്ക് ചെയ്തു, വൈകുന്നേരം കുക്ക് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടച്ചെടുക്കാണ്ടിരിക്കാറില്ല കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തുടയ്ക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു
ഈ ഒരു പുഴിക്കറയോ ആ ഒരു സംഭവമില്ലേ, ആ സാധനം വരും. അപ്പം കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഞാൻ കൈയോടെ ഈ ഒരു കമ്പി ചകിരി കൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ അതും അങ്ങോട്ട് നീറ്റായി വൃത്തിയായിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ ഇരുന്ന് പൊട്ടായി പോകും. എന്നിട്ട് എല്ലായിടും ഒന്നും കൂടെ ഡീപ്പായിട്ട് തുടച്ച് വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചേച്ചി എന്തോ ഈ ഒരു സ്റ്റവിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. വേറെ മേടിക്കണം എന്നുള്ളതാണ് എന്തോ, എനിക്ക് വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല. നമ്മുടെ കുറച്ച് മുന്നത്തെ വ്ളോഗാണത്. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നേരം വൈകിയതാ. ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും തിരക്കും, പിന്നെ നമ്മുടെ ഫോൺ പണി തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ കൂടെ ആയിട്ട്. അങ്ങനെ തുടയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ തുടപ്പം ഒന്ന് നല്ലോണം വാഷ് ചെയ്ത് ഊരിപ്പിഴിഞ്ഞ് അവിടെ അങ്ങോട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി കിച്ചണും കൂടെ ഒന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്ക് 2-3-4 പാത്രം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഒഴിച്ച് മാറ്റി വെച്ച കറികളുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ. അതും കൂടെ കൈയോടെ നിന്നിട്ട് അങ്ങോട്ട് കഴുകിയിട്ട് ഇനി ബാക്കിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ സമയത്തൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ പോസ്റ്റ് ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും ഫുൾ ടൈം പണിയും കാര്യങ്ങളാവുമ്പോൾ അവർക്ക് ചടപ്പാവുമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ അവരുടെ അടുത്ത് പോയി കാര്യം പറയലുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ കുക്കിംഗ് പരിപാടി നടക്കണമുണ്ട്. ഫുഡ് കാര്യങ്ങളും അങ്ങോട്ട് നേരത്തെ കാലത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വിശക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നേരത്തെ കാലത്ത് അവർക്ക് കൊടുക്കുക. എന്തായാലും നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ആവണം കേട്ടോ. അതുകൊണ്ട് ചായയോട് കഴിഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടില്ല, വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പീരീഡ്സിൻ്റെ സമയമാണ്, വയ്യായും കേടും വേദനയും വെപ്രാളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിതാ ബിരിയാണി ചെമ്പും കാര്യങ്ങളൊക്കെ കഴുകി മോറി വയ്ക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ നമ്മൾ റൈസൊക്കെ വേറൊരു പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ട് അതും കൂടെ അങ്ങോട്ട് കഴുകി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ ചേച്ചി കൂടെ ഉണ്ട് കേട്ടോ, വർത്താനം പറയാൻ വേണ്ടിയിട്ട്. ചേച്ചിക്കും കാലവേദനയും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അവർക്കും ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കിച്ചൺ ഇതാ ഒന്ന് മൊത്തത്തിൽ വാരിയിട്ടു. നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ പിള്ളേർ ചവിട്ടി കയറുന്ന അതും ഉണ്ടാവും. അങ്ങനെയായിട്ട് കിച്ചണിൽ എപ്പോഴും ഈ പൊടിയും കാര്യങ്ങളും കിടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് അടിച്ച് വാരിയിട്ട് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും ഏറെക്കുറെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഈ ഒരു ചവിട്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു, നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഒരു സെറ്റും കൂടെ എനിക്ക് മേടിക്കണം, ഒന്നും പുഷിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഇടാൻ വേണ്ടിയിട്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു 1 ഇയർ ആവാറായി ഏകദേശം ഞാനത് മേടിച്ചിട്ട്. നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം മേടിച്ചതാണ് കേട്ടോ. പിന്നെ അമ്പുവിൻ്റെ കലാപരിപാടികളാണ് ഈ കാണുന്നതൊക്കെ. കുട്ടികൾ കേട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇതങ്ങനെ സംസാരിക്കില്ല. അമ്പ് എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒക്കെ സംസാരിക്കുള്ളൂ. സോനു അങ്ങനെ അല്ല കേട്ടോ, ഭയങ്കരമായിട്ട് കമ്പനിയാവും. അമ്പ് പോണ സമയത്താണ് നമ്മളോട് കൂട്ടാവുക. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതാ വിളമ്പി ഒരു പാത്രത്തിലാക്കി വെച്ചു. ഇലയിടുന്നുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ടേബിളിൽ തന്നെ അങ്ങോട്ട് ഒതുക്കുകയാണ് കേട്ടോ. എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ശരണ അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് പിള്ളേർ ഇലയിട്ടിട്ട് അവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. വിശക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണൻകുട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അവനും നേരം വൈകിട്ട് വിശന്നിട്ട് അവനും കഴിച്ചു. അപ്പോൾ വിശക്കണവർ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നത് നല്ല രസമല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇലക്കെട്ട് നമ്മുടെ കർലാസും അച്ചാറും റൈസും കറിയും എല്ലാം കൂടെ വിളമ്പാണ്. എല്ലാവരും സഹായിക്കാനുണ്ട് വിളമ്പാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. ഇനി ഇരുന്ന് കഴിക്കുക എന്നുള്ളത്, ഈ ഫുഡ് കഴിക്കാൻ എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്ന വേറൊരു രസമാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്, നമ്മളെല്ലാവരും കൂടെ ഹാളിലെ കിടന്ന് നിരന്തരം ഇരിക്കും, എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക ചെയ്യുക. അത് വല്ലാത്തൊരു ഫീലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ വലിയ രസമല്ലേ. അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ വിളമ്പി എല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഷാജേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തു. ആൾക്ക് ഇന്ന് ഓവർ ടൈമും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ, ഒരു ഞായറാഴ്ച വ്ളോഗാണേ. അത് കഴിഞ്ഞ ഞായറാഴ്ചത്തത് ഈ ഞായറാഴ്ചയാണ് അപ്ലോഡ് ചെയ്യണത്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു വൈകുന്നേരം ഒരു 5:30 5:45 ആയപ്പോഴേക്കും ഇവർ പോകാൻ വേണ്ടിയിട്ട്, എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആ സമയമാകുമ്പോഴേക്കും നമുക്കൊക്കെ 2 ദിവസം അങ്ങനെ ഉണ്ടായിട്ട് പെട്ടെന്ന് എല്ലാവരും പോകുമ്പോൾ ഇടങ്ങേറല്ലേ. പിന്നെ വീട്ടിൽ നിന്ന് അവർ അമ്മയും ഏടത്തിയമ്മയും ശ്രുതിയൊക്കെ വരാമെന്ന് പറഞ്ഞ് നിന്ന് അവരും കുറേ പോസ്റ്റ് ആകുക പറഞ്ഞാൽ നേരം വൈകി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ കുറേ നേരം വെയിറ്റ് ചെയ്തു, കാത്തു നിന്നു കേട്ടോ. അവരും കൂടെ വന്നിട്ട് അവരെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഏടത്തിയമ്മ എന്തോ ഒരു പരിപാടി ഉണ്ടായിട്ട് ഏടത്തിയമ്മ എത്താൻ നേരം വൈകിയപ്പോൾ പിന്നെ അവരങ്ങനെ ഇടിയും മഴയൊക്കെ വരാം. അതുകൊണ്ട് പിന്നെ എല്ലാവരും അവരെ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഇനി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മഴ പെയ്യും. അപ്പോൾ ഇവൾക്ക് ശരണയ്ക്കൊക്കെ അവിടെ മണ്ണാർമല എത്തേണ്ടതാണ്, പെരിന്തൽമണ്ണ. അപ്പോൾ അവരും പോവുകയാണ് കേട്ടോ, എല്ലാവരും പോവാം. പിന്നെ ഒരു സമാധാനം ഇവരൊക്കെ പോയാലും മറ്റേ ടീംസ് അടുത്തത് വരുമല്ലോ എന്നുള്ളതുകൊണ്ടോ മറ്റേ, ഇല്ലെങ്കിൽ നമുക്ക് ആകെ കൂടെ അങ്ങോട്ട് പാടാണ് കേട്ടോ. അത്രയും നേരത്തെ അവർ പോകുമ്പോൾ ചേച്ചിയോട് ഞാൻ രാത്രി ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്കും പിള്ളേർക്ക് ശരണയ്ക്ക് വീട്ടിൽ പോകണം, അവിടുത്തെ സാധനം എടുക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയും കൂടെ പോയിട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരം കൂടെ സംസാരിക്കാൻ ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നു, കാര്യം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചിയും പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റ ട്രിപ്പിൽ അവരങ്ങോട്ട് ഇറങ്ങി. അവരൊക്കെ ഒരു സ്ഥലത്തേക്ക് പോണത്. ഇനി നമുക്ക് എഴുത്തിയമ്മയും ശ്രുതിയും അമ്മയൊക്കെ വന്നിട്ട് കാണാം കേട്ടോ. ഇത്തിരി നേരം അങ്ങനെ നിന്നു. പിന്നെ ഇവരൊക്കെ പോയതിൻ്റെ അന്താളിപ്പിൽ കുറേ നേരം നമ്മുടെ കൂടെ അങ്ങനെ ഉണ്ടായിട്ട് പെട്ടെന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒച്ചയും വിളിയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ അവരൊക്കെ പോയി ടാറ്റൊക്കെ കൊടുത്ത് ഒരു ട്രിപ്പ് പോയി ഗൈസ്. ഇനി അടുത്ത ട്രിപ്പ് വരും. അത് പിന്നെ വലിയ സങ്കടമല്ല ഗൈസ്. എല്ലാവരും പോയി ഗൈസ്. ഇനി അടുത്ത ആൾക്കാർ വരും ഓൺ ദ വേ.
അയ്യോ. അവർ ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മറ്റേ ടീംസും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയും എടുത്തമ്മയും ശ്രുതിയും പിള്ളേരൊക്കെ കൂടെയാണ് കേട്ടോ. എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് അച്ചുട്ടൻ വരച്ചതാണ്. ഇനി എന്താണ് വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ആശാൻ നിൽക്കുന്നത് കേട്ടോ. നല്ല ഇഷ്ടം അവന് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ചെറുതിനെ കണ്ട പാടെ വേഗം പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വലിയവരെ മൈൻഡ് ചെയ്തിട്ട് ചെറുതിൻ്റെ അടുത്ത് പോകണമാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഇവരോടൊക്കെ കാര്യം പറഞ്ഞിട്ട് ചെറുതിനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ കൊടുക്കുള്ളൂ. എനിക്കാണെങ്കിൽ കുട്ടികളോ എന്ന് പറയുന്നത് ജീവനാണ് കേട്ടോ. അത് എവിടെ ഏത് കുട്ടികളെ കണ്ടാലും ഞാനൊന്നും എടുക്കും. എനിക്ക് ഇല്ലെങ്കിൽ എന്തൊരു സമാധാനക്കേടാണ്. പിക്ചറിൽ കണ്ടാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിതിനെ ഞാൻ കുറേ നേരം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനാണ് മൂടേ ശരിയായിരുന്നില്ല അന്ന് കേട്ടോ. പിന്നെ അവർക്ക് ചായയൊക്കെ കൊടുത്തു, ബേക്കറിയും ചായയൊക്കെ കുടിച്ചു. പിന്നെ പിള്ളേരെ മേളായിരുന്നു കേട്ടോ. അതാ പുതയായിരുന്നു പിന്നെ ഇത്തിരി നേരത്തിന്. അങ്ങനെ പിന്നെ ഞാൻ ചായ ഒക്കെ കൊടുത്താൽ ക്ലാസ്സൊക്കെ കഴുകി വയ്ക്കുക, അമ്മോട് കാര്യം പറഞ്ഞിരിക്കുക. അമ്മയാണെങ്കിൽ കുറേ നേരം മുന്നേ വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നില്ലേ. പിള്ളേരൊക്കെ ശ്രുതിയൊന്നും കണ്ടിട്ടില്ല. ആരും ഈ വീട് ഇവിടേക്ക് വന്നിട്ടില്ല നമ്മൾ വന്നതിൻ്റെ ശേഷം. പിന്നൊക്കെ അസുഖവും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് അവരും അവിടെ വരാൻ പറ്റാത്ത ഇതിൽ ലോക്കായി. നമ്മളും അങ്ങനെ ആയിരുന്നു. പിന്നെ ഇവർക്കൊക്കെ നേരത്തെ അങ്ങോട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉച്ചമ്മ ഉണ്ടാക്കിയതല്ലേ, എങ്ങാനും പൊട്ടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വിഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ അങ്ങോട്ട് ഇരുത്തിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ണൻകുട്ടി കളിക്കാൻ പോയി. ഈ ഒരു കളിക്കാൻ പോയ അന്നാണ് അവൻ്റെ കാല് കേട് വന്നത് കേട്ടോ. ഞായറാഴ്ച, ഈ ഒരു ഞായറാഴ്ചയ്ക്ക് ഒരാഴ്ചയായി കേട്ടോ. ഇവനോട് നടക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ല. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വ്ളോഗാണെങ്കിലും നിങ്ങളോട് എല്ലാവരോടും കൂടെ നമ്മുടെ ഹാപ്പി ദീപാവലി പറയാം. നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഹാപ്പി ദീപാവലി, സർവൈശ്വര്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയറായി ഇന്ന് കേട്ടോ. ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എത്ര നന്ദി പറഞ്ഞാലും ഭഗവാനോടും നിങ്ങളോടും മതിയാവില്ല. ഒരു 500 സബ്സ്ക്രൈബർ എനിക്ക് കിട്ടുമോ എന്നുള്ളത് എനിക്ക് അത്രയും ടെൻഷനായിരുന്നു കേട്ടോ. ഒരു വർഷം കൊണ്ട് ഞാൻ 1000 എത്തിക്കുമോ അങ്ങനെയൊക്കെ. അവിടെ നിന്ന് ഇതുവരെ എത്തിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുട്ടിയൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഇവിടുന്ന് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവണം. ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കുഞ്ഞ് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ദീപാവലിയുടെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. വലിയ ലോങ് വീഡിയോ ഒന്നും ആക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ആഘോഷങ്ങളൊന്നും നമ്മളിന്ന് ചെയ്യണില്ല. വൈകിട്ട് കുഞ്ഞൊരു കുട്ടി സംഭവങ്ങളൊക്കെ അതെല്ലാ വർഷവും നമ്മൾ ചെയ്യണ തന്നെയാണ്. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് എല്ലാവരും ഇതാ അതിൻ്റെ ഉള്ളിൽ ചാടി കയറിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കാണെങ്കിൽ ഫ്രണ്ടിലായിരിക്കുന്നുണ്ട് ബാക്കിലായിരിക്കുന്നുണ്ടെന്ന് അറിയണില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.